നീ എന്തുവാടി പോവാത്തെ? ഇത്ര നേരം എന്താ ഇവിടെയൊക്കെ നിക്കുന്നേ? ഞാൻ ദിയല്ല. പിന്നെ ദിയ എന്റെ അനിയത്തിയാ. അനിയത്തിയോ? ഞങ്ങള് ട്വിൻസാണ്. ഓ അതാണ്. അപ്പൊ തന്റെ പേരെന്തുവാ? ദിവ്യ. ഓ ദിവ്യ. ദിയ. ശരി, ഞാൻ പോവാ. അതാരാ? അതവളുടെ ഫ്രണ്ട് ആരോ ദിയെന്ന് വിളിച്ചിട്ട് എന്റെ അടുത്തിട്ട് വന്നു. പറഞ്ഞ പോലെ അവളെന്ത്? ഞാൻ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞല്ലേ? അവളോട് നിക്കാൻ പറഞ്ഞാ കേക്കണ്ടേ? അവള് ബസ്സിന് വന്നോളാന്നും പറഞ്ഞു പോയി. എടി ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ? അത് പിന്നെ എനിക്കൊരു കല്യാണം ആലോചിക്കണു. എന്തിന്? കെട്ടിക്കാൻ. അല്ലാണ്ട് എന്തിനാ? അപ്പൊ ഞാനോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. നീ എന്തിനാ ഇത്ര വൈകിയൊക്കെ ജനിക്കാൻ പോയെ? ഞാനൊരു ഒറ്റ കുത്തു വെച്ച് തരും കേട്ടോ. മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലേ. എന്നാണാവോ പറഞ്ഞത്? ഞാൻ നിന്റെ അടുത്ത് മര്യാദക്ക് പറഞ്ഞല്ലേ വീട്ടിൽ വന്ന് ചോദിക്കുന്നു. ഞാനിപ്പോ ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഈ പഠിച്ചോണ്ടിരിക്കണ നിന്നെ എനിക്ക് പിടിച്ച് കെട്ടിച്ചു തരുവായിരുന്നല്ലോ. ഓ അത് ശരിയാണല്ലേ. പന്നി, താൻ എന്നെ അല്ലാണ്ട് വേറെ ആരെങ്കിലും കെട്ടിയ കല്യാണത്തിന്റെ അന്ന് അവിടെ വന്ന് രണ്ടിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൊഴിയിട്ടിട്ട് ഞാൻ ജയിലിൽ പോവും. ആഹാ, ഫുൾ പ്ലാൻഡ് ആണല്ലോ. ഇവിടെ നിർത്തി, ഇനി വീടിന്റെ അകത്ത് കൊണ്ട് നിർത്തി തരുമോ? ഓ സോറി, ഇറങ്ങ. ഞാൻ വൈകിട്ട് വിളിക്കാട്ടോ, ഫോൺ എടുക്കണം. എന്നെ ആരും വിളിക്കാൻ നിക്കണ്ട. അവൻ ഇത് എവിടെ പോയി കിടക്കുക? ഇനി അടുത്ത ബസ് വന്നാ ഞാൻ അതിൽ കയറി വീട്ടിൽ പോവും. നിങ്ങൾ രണ്ടെണ്ണവും കൂടി വണ്ടിക്ക് എങ്ങനെയാന്ന് വെച്ചാ വന്നു. ഗായ്സ്, നമുക്ക് പോവാം. എന്നാ നീ എവിടെയായിരുന്നു? ഞാനാ. അതിന്റെ എടാ, ദിയക്ക് വേറെ ട്വിൻ സിസ്റ്റർ ഉണ്ട്. അയിന് എന്നെ ഇനി അവളെ പ്രേമിക്കാൻ പോവാണോ? ചേച്ചേ, ഞാൻ ആ പരിപാടി കാണിക്കൂല. എനിക്ക് തീയുള്ളൂ. നിർത്തുന്ന, വാ നമുക്ക് പോവാം. പോവാം. വാടാ പോവാം. വെയിറ്റ്, നിനക്കെന്താ വീട്ടിൽ പോവാൻ എത്ര ധൃതി? നിന്നെ ആരിവിടെ കാത്തു നിൽക്കുന്നേ? സ്നാക്സ് അല്ലെങ്കിൽ ചായയോ കാപ്പിയോ? എന്തെന്ന്? എടാ പൊട്ടന്മാരെ, എനിക്ക് വിശക്കണെന്ന്. എന്നാ പിന്നെ അത് മര്യാദക്ക് അങ്ങ് പറഞ്ഞാ പോരെ. ഇതുങ്ങള് പോടവിടുന്ന്, ഞാൻ പോവാ. സെലി, വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങളല്ലാതാവുന്നു. എടുക്കൂ സ്നിക്കേഴ്സ്. നീ വേണമെങ്കിൽ അവളുടെ കൈകലത്തിന്ന് മാറിയുന്നോ? വാടാ, എനിക്ക് സ്നിക്കേഴ്സ് മേടിച്ചേ. എടി, ഞാൻ പറഞ്ഞു എന്നുള്ള എന്റെ പൈസ ഒന്നുമില്ല. നിനക്ക് ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പറ, ഞാൻ ഇതില് ബസ് ഓട്ടോ വിളിച്ച് ഞാൻ വീട്ടിൽ പൊക്കോളാം. കൊണ്ടാക്കാം വായോ. ഹലോ. എന്നാടാ പറഞ്ഞ? നീ എന്തെടുക്കുവാടി? ഞാൻ കിടന്നായിരുന്നു. എന്തി? ആണോ? എന്നാ കിടന്നു. ഞാൻ ബോറടിച്ചപ്പോ വിളിച്ചതാ. ശരി, എന്നാ വെച്ചോ. ബൈ. എടി വെക്കല്ലേ. എന്തോന്ന്? എടി, നമുക്ക് എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഈ നട്ടപ്പാതിരിക്കല്ലേ കഥ പറയുന്ന? പോയി കിടന്നുറങ്ങടാ. എന്തുവാടി പെണ്ണെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞേ? എടാ, നീ പോയി വേറെ വല്ലവരും വിളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതേ മില്ലനെ വിളിക്കുക. അവൻ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. അവനെയൊക്കെ വിളിക്കുക. ഇപ്പൊ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. എടാ, ഞാനൊരു കാര്യം ചെയ്യാം. നാളെ രാവിലെ വന്നിട്ട് ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചരാം. നീ പകലും രാത്രി എല്ലാവളെ വിളിച്ചിരുന്ന് സംസാരിച്ചോ. നിനക്കറിയാവുന്നല്ലേ ഞാൻ ആരടുത്ത് മിണ്ടില്ല. നീ ആരടുത്ത് മിണ്ടൂലെന്ന് പറഞ്ഞ് എനിക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഒന്ന് വെച്ചിട്ട് പോയാ ചെക്ക ഒന്ന്. ഓ ശരി, ഞാൻ വെക്കാം. പക്ഷെ നീ വേറെ പെൺപിള്ളേരൊന്നും അന്വേഷിച്ച് പോകണ്ട. എനിക്ക് ഓൾറെഡി ഒരാളുണ്ട്. എങ്കിൽ പിന്നെ എന്നെ വിളിച്ച് എന്റെ ഉറക്കം കളയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് അവളെ പോയി വിളിച്ചാ പോരെ. വെച്ചിട്ട് പോടാ പന്നി. ഓ സോറിയാ. ഓയ് ഗൈസ്, എന്തോന്ന് ഇവിടെ ചെയ്യുന്നേ? കളക്ഷൻ എടുക്കുവാ? പോടാ. ഞാൻ എന്റെ ദിയനെ നോക്കുവാടി. ആരുടെ? എന്റെ എന്ത്? ഒന്നുമില്ല. കണ്ടിന്യൂ. അയ്യോ, മകള് കളിയാക്കുന്നതല്ലേ. ഒരു ദിവസം നോക്കിക്കോടി. ഞാൻ എന്റെ ദിയനെ കിട്ടി എന്റെ പിള്ളേരായിട്ട് പോകുമ്പോ നീ ഇങ്ങനെ വായും പിടിച്ച് നോക്കിക്കോ. അതെ, ഞാൻ നോക്കിക്കോ. എടി, നീ ആക്കിക്കോടി. എത്ര വേണേലും നീ ആക്കിക്കോ. ഞാൻ തളരെയല്ല. നോക്കിക്കോ, ഞാൻ അവളെ കെട്ടും. അയ്യോ, എന്തേ? എനിക്ക് നാണം വരുക. എന്നാത്തിനെ? ആ തലയൊന്ന് സൈഡിലോട്ട് തിരിച്ച് നോക്കൂ. എന്റെ ബാവച്ചി, ഇവനെന്താണിത്? എന്തോന്നത്? നീ എന്നെ പറക്കണോ? ഹായ്. ഹലോ, നിങ്ങൾ നേരത്തെ വരും? അല്ലല്ല, ഞാൻ കോളേജ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുന്നേ ഇവിടെ വന്നെ. ദിയ, താൻ എന്നെ ഒന്നും മിണ്ടാത്ത? അത് അവളങ്ങനെ ആരുടെ അടുത്തും മിണ്ടത്തൊന്നുമില്ല. അവള് ഭയങ്കര സൈലന്റ് ആയിരിക്കും എപ്പോഴും. നമുക്ക് ഒന്നിനെ മിണ്ടിയതല്ലേ? ഇവന്റെ അതേ സ്വഭാവമാലോ. നിങ്ങൾ രണ്ടെണ്ണത്തിനെയും കൂടി പിടിച്ച് കെട്ടിക്കണം. എങ്ങനെ നടക്കുമോ എന്തോ.
രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുമില്ലേ? അങ്ങനെ കെട്ടിച്ചിട്ടെങ്കിലും രണ്ടെണ്ണം മിണ്ടുമെന്ന് അറിയായിരുന്നു. എനിക്ക് ചെവി കേൾക്കാന്ന് നിനക്ക് അറിയാലോ, പിന്നെ എന്നാത്തിന് അലർന്നേ? മതി നിർത്ത്. അല്ലടാ, നിനക്ക് പാതിരാത്രി വിളിക്കാനും വിളിക്കാനും പറയാനൊക്കെ ഒരാളെ കിട്ടൂലേ? നിന്റെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ എനിക്ക് ഒരാളുണ്ട്, പിന്നെ ഇന്നത്തിനാ വേറെ ആള്. എന്നിട്ട് എങ്ങാനും ഞാൻ കിടന്നു കഴിഞ്ഞ് എന്നെ വിളിച്ചാലാ? അതൊക്കെ ചിലപ്പോ ഉണ്ടാവും. നോക്കിക്കോടെ, ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെക്കും. നീ എന്ത് പാടി സെലി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഓ, എന്നാലേ ചേച്ചി കൊച്ചു പിടിക്കാണ്ടിരിക്കാനായിട്ട് ഫോൺ സൈലന്റ് ആക്കി വെക്കും. മതിയാ? കൊള്ളാം ബെസ്റ്റ് ആയിട്ടുണ്ട്. എടി പിശാച് എന്നെ നോക്ക്. എന്തോന്ന് എടി? അത് പിന്നെ മറ്റേ നെയ്തനില്ലേ? നെയ്തൻ? അതാരാ? എടി, അത് നിന്റെ ആളുടെ ഗ്യാങ്ങിലുള്ളൊരു ചെറുക്കനില്ലേ, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട? മറ്റേ കുഞ്ഞു ചെറുക്കനാ? എന്തോന്നടി, കുഞ്ഞിതും വലുതൊന്നും അല്ല, അവരുടെ പുറകെ നിന്നേച്ചില്ലേ? നെയ്തൻ. ആരടുത്തും മിണ്ടില്ലാത്ത ചെക്കനല്ലേ? അത് തന്നെ. മനസ്സിലായി. അവനൊന്നുമില്ല, പക്ഷെ എനിക്കെന്തോ അവനോടുള്ള എന്റെ കർത്താവ്, നീ എന്തോന്നൊക്കെ വിളിച്ച് പറയുന്നത്? എടി എന്നാടി? എന്നാലും എന്നോട് ചതി ഇങ്ങനാടി. എടി, അതിന് നീ എന്നാത്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? അയ്യോ, അതെന്തിനാ അർത്ഥം? അല്ല, നിന്റെ വീട്ടുകാരെങ്കിലും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ നടന്ന് നീ ചീത്തയിൽ പോയെന്നല്ലേ പറയത്തുള്ളൂ. അതൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ എന്റെ ഇഷ്ടമില്ലാണ്ട് വെക്കണോ? അപ്പോൾ നിനക്കാണ് ശരിക്കും ഇഷ്ടമാ? പിന്നെ അല്ലേ, നിനക്ക് വേണമെങ്കിൽ ഞാനത് 100 വട്ടം എഴുതി ഞാൻ വല്ല ഒപ്പിട്ട് നിന്റെ കയ്യിൽ കൊണ്ടുതരാം. എങ്കിൽ നമുക്ക് പോയി പറയാം. ഡി മര്യാദ കൊടുക്കടി. അപ്പൊ എന്നെ പറയണ്ട. ദൈവം ചെയ്തത് നശിപ്പിക്കരുത്. വേണ്ടെങ്കിൽ വേണ്ട, ആയിക്കോട്ടെ. പ്ലീസ് ഒരു 5 മിനിറ്റ്, ഞാനത് കൂടുതൽ എടുക്കില്ല, ഇപ്പൊ വരാം. ഇന്നത്തെ പോലെ പോസ്റ്റ് ആക്കാനാവാമെങ്കിൽ കൊല്ലും നിന്നെ ഞാൻ. എനിക്ക് മാറും എന്നെ മേത്തോന്ന്. സോറി. ചേട്ടൻ എന്നെ കണ്ടിട്ട് വല്ല വഴിയായിട്ട് തോന്നിയോ? അല്ല, എന്നെ തലയിൽ കൂടെ ഒക്കെ കയറി കൊടുന്നോണ്ട് ചോദിച്ചാ. അയ്യോ സോറിയുടെ, അത് പെട്ടെന്ന് ഞാൻ ഓടി വന്നപ്പോ കണ്ടില്ല. തനിക്ക് എന്തിനാ പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല, ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. കുഴപ്പമില്ല, ഞാൻ വീണപ്പോ തലേ കൈ വെച്ചായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. കൈ വെച്ചത് ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചപ്പോ ഉപ്ലാങ്കട്ട അടിച്ചു പൊട്ടി ഞാൻ വല്ല ചത്ത് കഴിഞ്ഞ് ആംബുലൻസ് വിളിക്കേണ്ടി വരുമെന്ന്. അയ്യോടാ, അത്രയൊക്കെ ചിന്തിച്ചോ അതിൻ്റെ ഇടയ്ക്ക്? പിന്നെ വേറൊരു കാര്യം, നീ നല്ലവണ്ണം സംസാരിക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ട് പറഞ്ഞ നീ വാ പോലും തുറക്കൂലെന്നാലോ? ഞാനിങ്ങനെ വാ അടിച്ചിരിക്കുന്ന കാരണം എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട്. അതേ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വാ തുറക്കണമെങ്കിൽ ഞാൻ തുറക്കും. എന്നാ വായൊന്ന് തുറന്നേ, ചേട്ടൻ നോക്കട്ടെ. എന്നെ കൊല്ലാൻ നോക്കിയിട്ട് ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. കൊല്ലാനോ? താൻ ഓടി വന്ന് ഒന്ന് തള്ളിയിട്ടപ്പോ എനിക്ക് വല്ലതും പറ്റിപ്പോയായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? എടി, എന്താണ് നിനക്കെന്തിനും പറ്റിയാ? പിന്നെ ഞാൻ നടുവിടിച്ചല്ലേ വീണ, എൻ്റെ നടുവിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അയ്യോ, താൻ എന്നാടോ ഇപ്പൊ കാണിച്ചേ? അയ്യോ, എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്തെങ്കിലും പറ്റിയാലോ ഉമ്മ കൊടുത്താൽ മാറൂന്ന്. എന്തോന്ന്? തന്നെ ഇന്ന് ഞാൻ സോറി, മമ്മി പറഞ്ഞ സത്യമാവും നോക്കിയതാ. എടി എന്നാ? എടി, നീ ഇന്ന് ദിവ്യയുടെ കൂടെ പോകണ്ട. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നെയ്തൻ ബസ്സിനാ പോകുന്ന. അവരിതേ ബസ് സ്റ്റോപ്പിൽ എപ്പുണ്ട്, നീയും ചെല്ല്. എടി, എനിക്ക് പേടിയാവുന്നു, നീ കൂടി വരുവോ? അയ്യാ, ഞാൻ വരത്തൊന്നുമില്ല. അവരോട് എനിക്ക് കറങ്ങാൻ പോകാനുള്ളതാ. നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ആണെങ്കിൽ നിനക്കെന്താടി? എനിക്കൊന്നുമില്ല, നീ ഇങ്ങോട്ടാന്ന് വെച്ചപ്പോ ഞാൻ പോയി അവളുടെ അടുത്ത് പറഞ്ഞിട്ട് വരാം. ഡി ദിവ്യേ, എടി വാ ഇപ്പം അവൻ വരും. ഞാൻ വരണില്ല, നിങ്ങൾ പൊക്കോ, ഞാനത് പറയാനാ വന്നത്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പം അവളോട് ഒരുമിച്ച് പോവാം. ശരി, ചെല്ല്. ഹലോ. ഹലോ, പറ. ഞാനൊരു കാര്യം പറയട്ടെ, നീ വേളം ഉണ്ടാക്കരുത്. എന്തുവാ? ഞാൻ നൈസായിട്ടൊന്ന് 3G ചെയ്യുമെന്നൊരു സംശയം. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടി, എനിക്ക് ഭയങ്കര ഓവർ ദേഷ്യാന്നും പറഞ്ഞ് എന്നെ പെണ്ണ് കെട്ടിച്ചാൽ മാറുമെന്നും പറഞ്ഞ് ആരാണ്ടൊക്കെ വിളിച്ചത് പെണ്ണ് സെറ്റാക്കി വെച്ചാണ്, പെണ്ണ് കാണാൻ പോവാന്ന്. പുന്നാര മോനെ, നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുമെന്ന് എന്നിട്ട് ഞാൻ വേറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഒന്ന് സമാധാനപ്പെടും, ഞാൻ ആ കല്യാണത്തിന് സമ്മതിക്കാണ്ടിരുന്നാ പോരെ? നീ എന്തേലൊക്കെ കാണിക്ക്. എങ്ങാനും ആ കല്യാണം ഉറപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാലാ അന്ന് നിന്റെ അവസാനമായിരിക്കും. ഇല്ലടി, ഇല്ല, നമുക്ക് ഒളിച്ചോടാം. അയ്യേട്ടാ, എനിക്ക് എന്റെ കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം. എന്റെ പൊന്നു കുഞ്ഞ്, എന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കി ഒന്ന് പെരുമാറ്. എന്നാ പെണ്ണാണാൻ പോകുന്നു? നാളെയോ? എന്ത് പറ്റി? നീ ഇന്ന് തനിച്ചാണോ? അതെ, എന്റെ കൂട്ടുകാരി ഒന്നും വന്നില്ല. എന്നാലും എന്ത് പണി ആരെ കാണിച്ച ഇങ്ങനെ കൂട്ടുകാരികളൊക്കെ ഒറ്റയ്ക്ക് ഇരുത്തിട്ട് പോവാവോ? അവള് ഒരാവശ്യം വന്നിട്ട് അവള് ലീവ് എടുത്തു, അതിനകത്ത് മാത്രം കുറ്റമൊന്നുമില്ലല്ലോ.
എടി ഏറെ എന്തേ? അവളിന്ന് ലീവാ, ചേട്ടനടുത്ത് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ അവളെ വീട്ടിൽ ചെന്നപ്പോ തൊട്ട് വിളിച്ചോണ്ടിരിക്കുന്ന, അവളെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾ ഇന്ന് തന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു. അവളുടെ ഫോണിൽ നിന്നല്ല വിളിച്ചത്, ഏതോ ഒരു കസിന്റെ ഫോണിൽ നിന്ന് വിളിച്ച്. ഇനി അവളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ? അതൊന്നും ആവൂല. അവള് വല്ല കസിന്റെ വീട്ടിലൊക്കെ പോയായിരിക്കും, അതല്ലേ അതിന്ന് വിളിച്ചത്. അതെ, സംസാരിച്ച് കഴിഞ്ഞില്ലേ, പോവാൻ നോക്ക്. എങ്കിൽ ചേട്ടാ ബൈ, ഞാനും പോട്ടെ, എനിക്ക് ക്ലാസ്സിൽ കയറാനുള്ളതാ. ഫസ്റ്റ് അവള് പോയി. എന്നാ പിന്നെ നീ പോണ്ട, നീ ഇവിടെ ഇന്ന് പോടാ അവിടെ നിന്ന്. എനിക്ക് വേറെ പണിയില്ലാണ്ടിരിക്കുമല്ലോ. സലേ, എടി ഞാനൊരു കാര്യം പറയാം. ഗൈസ് ഗോൾ അടിച്ച് നശിപ്പിച്ച് ഇവനെ കൊണ്ട്. എന്നാടാ അത് പിന്നെ ദീയെന്ന് ഒറ്റയ്ക്ക, അവളുടെ കൂട്ടുകാരി വന്നിട്ടില്ല. എന്നാ പിന്നെ അവൾ പിടിച്ച് തിന്ന്. ഡാഡിക്ക് എന്തുവാ പ്രശ്നം? എനിക്ക് നിന്റെ ഈ ഓവർ ദേഷ്യം ഒന്ന് മാറ്റിയെടുത്താൽ മതി. ഡാഡി, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തും. നിന്നോട് ഇത്രയും നാൾ ഓരോന്ന് ചോദിച്ചാൽ നടന്നപ്പോ നിനക്കൊന്നും പറയണ്ട. മമ്മി ഇത് എന്താണ് ഞാൻ പറയണ? ആരും കേൾക്കൂലേ? നീ ചുമ്മാ കടന്ന് വാശി പിടിക്കണ്ട, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ ഇവിടം വരെ വന്നാലേ നീ അകത്തോട്ട് കയറി. ഡീ താഴത്തോട്ട് ഇറങ്ങി വാ, അവര് വന്നു.